ഒരു പതിറ്റാണ്ട് മുൻപാണ് ഈ കൂരാച്ചുണ്ടുകാരൻ തെരുവിൻ്റെ മക്കളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു തുടങ്ങിയത്. തെരുവിൽ അലഞ്ഞ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോക നെറുകയിൽ എത്തിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശ്രമം. ഇതിനായി രാജസ്ഥാനിലെ അജ്മീറിൽ ഉഡാൻ സൊസൈറ്റി എന്നൊരു സ്ഥാപനവും ഒരുക്കി. 1 മുതൽ 12 വരെയുള്ള സ്ഥാപനത്തിൽ ഇപ്പോൾ ഉള്ളത് 500-ൽ പരം വിദ്യാർത്ഥികൾ എന്ന് മാത്രമല്ല IIT-കളിൽ വരെ ഇവരെ എത്തിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാരിൻ്റെ മികച്ച സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള അവാർഡും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂരാച്ചുണ്ട് ഏറത്തേൽ കുടുംബാംഗവും സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ 1987 ബാച്ച് വിദ്യാർത്ഥിയുമായ ഡോക്ടർ സുനിൽ ജോസിനെ ആദരിക്കുന്ന സമയമാണിത്. ആൻഡ് നൗ ആസ് എ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ഫോർ ഹിസ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദി നേഷൻ ആൻഡ് സൊസൈറ്റി ഇൻ general, we would like to present him a special memento. Sir, please join us on stage to receive this token from our Reverend Father Vincent Kandathil. And I also invite Father to hand over the memento. Thank you, Father and Sunil sir. സുനിൽ സാറിനോട് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേജിലെ വിശിഷ്ടാതിഥികളെ, നല്ലവരായ കൂരാച്ചുണ്ടിലെ നാട്ടുകാരെ, ഒരു 15 കൊല്ലം മുമ്പ് ഒരു ചെറിയ സംഭവം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയപ്പം, കല്യാണം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അവിടെ കുറേ കുട്ടികളും പട്ടികളും തമ്മിൽ പട്ടി കുട്ടിയെ കടിക്കുന്ന ഒരു ഒച്ച ഞാനിങ്ങനെ കേൾക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ കൂടത്തി വന്ന് ഏതോ പിള്ളേരെ പട്ടി കടിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനവിടെ ചെന്നപ്പോൾ കണ്ട ഒരു രംഗം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. കുറേ കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൊണ്ടിടുന്നിടത്ത് ആ വേസ്റ്റ് ഭക്ഷണം എടുക്കാൻ വേണ്ടി ഓടി വരുന്നു. അവരെ ആട്ടി കുറേ പട്ടികൾ കുറച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ മുന്നോട്ട് വരുന്നു. അതിൽ നല്ല ഭക്ഷണം കിട്ടിയവർ നല്ല അപ്പകഷ്ണങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നു. ചിലർ വെയിറ്റ് ചെയ്യുന്നു അടുത്ത കൊട്ട വരാൻ വേണ്ടി. ഈ സംഭവം കണ്ട രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അന്ന് പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹപാഠികളോട് പറഞ്ഞു, ഈ പിള്ളേരെ ഒരു 2 പേരെങ്കിലും പഠിപ്പിച്ചിട്ട് മരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ ഇത് കേരളമല്ല, ഒരു ഗവൺമെൻറ് ഫെയിലായ സംഭവമാണ്, ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല, ഇവർ പഠിക്കുകയില്ല. എങ്കിലും ഞാനൊരു ചെറിയ ഐഡിയ ആയിട്ട് കുറേ ബുക്കുകളും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് അവരുടെ കോളനി ചെന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം എന്നെ ഉരുട്ടി മറിച്ചിട്ട് ആ ബിസ്ക്കറ്റുകളും ആ ബുക്കുകളും എല്ലാം അവിടെ ചെതറി. ഞാൻ അവിടെ വീണു. അവരെടുത്തുകൊണ്ട് ഓടി. ആരോട് എന്ത് പഠിക്കാൻ പറയാൻ? ഞങ്ങളുടെ കണക്ക് പറയുന്നത് എവറി പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. ഞാൻ പിന്നെയും ചിന്തിച്ചിട്ട് ഞാനൊരു ഐഡിയ എടുത്തു. വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി. ഈ ബസ്സിൽ ഭക്ഷണമായിട്ട് ഈ പിള്ളേരുടെ കോളനി പോയി. ആ കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ബസ്സിൻ്റെ ഉള്ളിൽ. ആ നമ്പർ കൂടി വന്നപ്പോൾ അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ 720 പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നത് മാറി. അച്ഛൻ്റെ ഉദാഹരണമാണ് എനിക്ക് മനസ്സിൽ തട്ടിയത്. ആ മരം ഉന്താൻ നോക്കിയ ഒരു ആ കൊച്ചിനെ പോലെ ഞാനും ഒരു മരം ഉന്താൻ ശ്രമിച്ചു. അങ്ങനെ മെല്ലെ ഈ പരിപാടി ഇൻക്രീസ് ചെയ്തപ്പം അതിന് സാമ്പത്തികമായിട്ടും വിഷമങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ഭാര്യയും ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളാണ്. ഫാമിലി അത്ര വിഷമമുള്ള കാര്യമല്ല. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ ഒരാളുടെ ശമ്പളം ഇതിനുവേണ്ടി ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കുണ്ടല്ലോ, ഒരാളുടെ ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ. 6 കൊല്ലം എൻ്റെ ശമ്പളം ഞാൻ ഇതിനു വേണ്ടിയായിട്ട് മാത്രം മാറ്റിവെച്ച് ഈ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ചു. കുറേ കഴിഞ്ഞപ്പം അജ്മീറിൽ
ആളുകൾ ബർത്ത്ഡേ സെലിബ്രേഷൻ, വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെ സെലിബ്രേഷനായിട്ട് ഭക്ഷണമായിട്ട് വരാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലം മദർ തെരേസ അവാർഡ് എനിക്ക് ആലുവ ജനസേവ തന്നപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് തന്നത് 30 ലക്ഷം രൂപയുടെ ഒരു ബസ്സാണ്. ഇപ്പം നമുക്ക് 3 ബസ്, 3 സെൻറ്ററുകളുള്ള ഒരു സ്ഥാപനമായി മാറി. അജ്മീരിൽ എവിടെയെങ്കിലും ഭക്ഷണം മിച്ചം വന്നാൽ ഞങ്ങളൊരു വാനുണ്ട്, ഞങ്ങളുടെ ഒരു ടീമുണ്ട്, സ്റ്റാഫുണ്ട്. ഏത് കല്യാണത്തിനോ എവിടെ നല്ല ഭക്ഷണം മിച്ചം വന്നാൽ അവർ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചു തരുന്നുണ്ട്. ഒരു ജാതിയോ മതമോ ഒന്നും പറയാതെ ഒരു നിവൃത്തിയില്ലാതെ വഴിയിൽ അലഞ്ഞു നടക്കുന്ന പിള്ളേർ ഇന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. 2016 ഇതിന് സഹായം കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. കാരണം അന്ന് ഞങ്ങളുടെ 3 കുട്ടികൾ IIT-യിൽ ഒരുമിച്ച് JEE അഡ്വാൻസ് ക്ലിയർ ചെയ്ത് IIT-യിലെത്തി. ഈ കൊല്ലം മേഘന ബേറോ എന്ന് പറഞ്ഞൊരു കൊച്ച്, എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു മോളുണ്ട്, സിറ്റി സ്ക്വയർ മോൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ കൊച്ചിൻ്റെ കയ്യിൽ ഒരു 10 പേനയുണ്ടായിരുന്നു. ആ ഒരു പേന, അങ്കിൾ ഒരു പേന വാങ്ങാമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പേന ഞാൻ വാങ്ങാം, എൻ്റെ വീടായി കാണുന്നത്, നീ പഠിക്കാൻ വരുമെന്ന്. ഒരു 12-13 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഞാൻ സ്കൂളിൽ പോയി, എൻ്റെ അയൽവക്കാരൻ്റെ 15 മിസ് കോള്. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയോ, വീട്ടിൽ വല്ലോ കള്ളൻ കയറിയോ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ കൊച്ച് സാറേ, 50 ഡിഗ്രി ടെമ്പറേച്ചറാണ് രാജസ്ഥാനിൽ, ചുണ്ടെല്ലാം ഉണങ്ങി, ഒരു ചെറിയ പെങ്കൊച്ച് സാറിൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട്. അവൾ പറഞ്ഞ സാറ് വിളിച്ചു. ഞാൻ പറഞ്ഞു, അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്ക്. ആ കൊച്ചിനെ എടുത്ത് പഠിപ്പിച്ച് ഇപ്രാവശ്യം നീറ്റ് ക്ലിയർ ചെയ്ത്, ആ കുട്ടി നീറ്റ് ക്ലിയർ ചെയ്ത് MBBS-ന് ദോസ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സീറ്റ് വാങ്ങി. അതല്ലാതെ സാധാരണഗതിയിൽ നേഴ്സിങ്ങിനും ഒക്കെ ആയിട്ട് പിള്ളേർ നമ്മുടെ അടുത്ത് വരുന്ന ഒരു പിള്ളേർ എല്ലാവരും വലിയ ഡോക്ടർമാരോ IIT എഞ്ചിനീയേഴ്സോ ഒന്നും അല്ലെങ്കിലും നമ്മുടെ അടുത്ത് വന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെ രണ്ടാമത് ഭിക്ഷ യാചിക്കാൻ സാധാരണഗതി പോകാറില്ല. എൻ്റെ സ്വപ്നമായിരുന്നു അത്. എല്ലാവരുടെയും സഹായത്തോടു കൂടി അത് നടപ്പിലാവുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം തന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ കൂരാച്ചുണ്ടിൽ എൻ്റെ സഹപാഠികളായിട്ടുള്ള ഞാൻ 87 ബാച്ചല്ല, ഞാൻ 86 ബാച്ചാണ്. ഞങ്ങളുടെ ഇൻറ്റിമസി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതിലും ആളുകൾ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇപ്പം വലിയ വിഷമമില്ലാതെ ഏകദേശം 720 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ സാധിക്കുന്നു. താങ്ക് യു.